ഈസി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുഡിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള അറേബ്യൻ പുഡിംഗ് ആണ്. ആൻഡ് ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി എ വെരി സിമ്പിൾ റെസിപ്പി. ഇൻഫാക്ട് എൻ്റെ അമ്മ ഇത് 2 days ബാക്ക് വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. ആൻഡ് ഐ റിയലി ലവ്ഡ് ദ ടേസ്റ്റ് ഓഫ് ഇറ്റ്. സോ അപ്പോൾ മുതൽ വിചാരിക്കുകയാണ് ലൈക്ക് ഒന്നും കൂടി ഇത് ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. ആൻഡ് ഓഫ് കോഴ്സ് വിത്ത് മൈ മോംസ് ഹെൽപ്പ്. സോ ദാറ്റ്സ് വാട്ട് വി ഗോയിങ് ടു ഡു ടുഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ബ്രെഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു അറൗണ്ട് 8 to 10 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലെയർ ചെയ്യുന്നതനുസരിച്ച് വി നീഡ് മോർ, നമുക്കത് ആഡ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ബ്രെഡ്. ദെൻ ദിസ് ഇസ് കസ്റ്റേർഡ് മിക്സ് ആണിത്. ഐ വിൽ ഷോ യു ഹൗ ടു മേക്ക് ദിസ്. ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. സോ ഐ ആഡ് ഇറ്റ് ഹിയർ. സോ യാ, കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ കുറച്ച് പാല് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് സൈഡ് ബൈ സൈഡ് ഞാനൊരു സ്മോൾ കണ്ടെയ്നറിൽ 2 tablespoon ഓഫ് കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിൽ നമ്മളിങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ മിക്സ്ചറിന് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ബട്ട് യു ക്യാൻ ലൈക്ക് ആഡ് ഇൻ ഷുഗർ ഓർ എനി സ്വീറ്റ്നർ ഓഫ് യുവർ പ്രിഫറൻസ്. സോ ഈ മിക്സ്ചർ ഒന്ന് ഡൈല്യൂട്ട് ആയതിന് ശേഷം പാല് ചൂടായി വരുമ്പോഴത്തേനും അതിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മിക്സ് ഒന്ന് തിക്കൻ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ റൈറ്റ് കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സോ ദാറ്റ്സ് ഹൗ യു മേക്ക് ദ കസ്റ്റേർഡ് മിക്സ്. ഓക്കെ, സോ കസ്റ്റേർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വി ഹാവ് ദിസ് ലിക്വിഡ്. ഇത് നമ്മൾ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഐ ഹാവ് ഓൾസോ ആഡ് എ ബിറ്റ് ഓഫ് മിൽക്ക് ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട്. സോ ആ ഒരു മിക്സ്ചറാണ് ഇത്. ഓക്കെ, അടുത്തത് വി ഹാവ് ദിസ് നട്ട്സ് മിക്സ്ചർ. ഇത് നമ്മൾ ജസ്റ്റ് അതിന് ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ക്രഞ്ചിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് ബദാം, പിസ്ത ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ യാ, ദാറ്റ്സ് ഓൾ യു നീഡ് ടു മേക്ക് ദിസ്. ഭയങ്കര സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ഇത് ഉണ്ടാക്കേണ്ട പ്രോസസ്സും ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. സോ യാ, നമുക്കിനി ഇത് ഉണ്ടാക്കാം. സോ വിൽ സ്റ്റാർട്ട് ലെയറിങ് ദിസ്. സോ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു വൈഡ് മൗത്ത് ഡിഷാണ് എടുത്തിട്ടുള്ളത്. സോ ഇതിലോട്ട് വിൽ സ്റ്റാർട്ട് ആഡിങ് ദ ബ്രെഡ്. ആൻഡ് അതിൽ നമുക്ക് ഓരോന്ന് ഒഴിക്കാം. സോ ആദ്യം ബ്രെഡ് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഒരു ലെയർ ബ്രെഡ് ആഡ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഈ ലിക്വിഡ് ഒഴിക്കുകയാണ്. അപ്പോൾ ദ തിങ് ഇസ്, ഇത് ഒഴിക്കുമ്പോഴത്തേനും ഇത് ബ്രെഡ് ഈ ലിക്വിഡ് ഫുൾ അങ്ങ് അബ്സോർബ് ചെയ്യും. സോ നമ്മളിത് കഴിക്കുമ്പോഴത്തേനും ഇറ്റ് വിൽ നോട്ട് ടേസ്റ്റ് ലൈക്ക് ബ്രെഡ്. നമുക്ക് ശരിക്കും ഒരു കേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കഴിക്കുന്ന പോലെ തോന്നും. സോ ഐ എം ഗോയിങ് ടു pour this mixture. സോ അടുത്ത ലെയർ എന്ന് പറയുന്നത് ഈ കസ്റ്റേർഡ് മിക്സ് ആണ്. സോ കസ്റ്റേർഡ് മിക്സ് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. ഇങ്ങനെ ആക്കുമ്പോഴത്തേനും ഇതെല്ലായിടത്തും സ്പ്രെഡ് ആയിക്കോളും. ഓക്കെ, സോ ഫസ്റ്റ് ലെയർ ഓഫ് ബ്രെഡ് നമ്മുടെ ലിക്വിഡും പിന്നെ കസ്റ്റേർഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് പുറത്ത് ബ്രെഡ് വെക്കാം. എൻ്റെ അമ്മ ഉണ്ടാക്കിയപ്പോൾ ഷീ ഡിഡ് നോട്ട് pour ദിസ് ലിക്വിഡ്. ലെയറിൽ ഇങ്ങനെ ലിക്വിഡ് ഒഴിച്ചില്ല. അപ്പം ബ്രെഡിൻ്റെ ടേസ്റ്റ് കുറച്ചധികം പ്രോമിനൻ്റ് ആയിരുന്നു. സോ ദാറ്റ്സ് വൈ ഐ എം ട്രൈങ് ഇറ്റ് ദിസ് വേ. എനിക്ക് ബ്രെഡ് നമുക്ക് ആ ടേസ്റ്റ് വരുമ്പോഴത്തേനും ഇറ്റ് ആക്ച്വലി ഫീൽസ് ലൈക്ക് ഈറ്റിംഗ് ബ്രെഡ്. പക്ഷെ ഞാൻ കുറച്ച് ലിക്വിഡ് ഉണ്ടാക്കി മിക്സ് ചെയ്തപ്പോഴത്തേനും മിൽക്ക് കേക്കൊക്കെ കഴിക്കില്ലേ, ട്രെലഷസ്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നു. സോ ദാറ്റ്സ് വൈ
I thought I'll do it this way. Okay, ഇനി we'll again add the custard powder. Custard powder lavish ആയിട്ട് ഇനി ഇടാം അല്ലേ? ഇനിയും ഒരു ലെയർ ഓഫ് ബ്രെഡും കൂടെ വെക്കാനുള്ള സ്ഥലമുണ്ട്. സോ അതും കൂടെ വെക്കാം. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഇപ്പോൾ ലെയറിങ് കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി ഇത് നമുക്ക് കുറച്ച് നട്ട്സും ഒക്കെ ഇട്ടിട്ട് വിൽ ഗാർണിഷ് ഇറ്റ്. സോ ഐ എം ഗോയിങ് ടു ആഡ് ദിസ് ഓൺ ടോപ്പ്. ആൻഡ് ഇത് കുറച്ച് കുങ്കുമം പൂവാണ്. സോ അതും കൂടെ നമുക്ക് മുകളിലിടാം. സോ നമ്മുടെ അറേബ്യൻ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യണം. ഒരു 4 to 5 hours റെഫ്രിജറേറ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. സോ ഞാനിതിപ്പോൾ ഓൾമോസ്റ്റ് 10 PM ആയി. സോ ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കും. ആൻഡ് ഐ വിൽ ടേക്ക് ഇറ്റ് ഔട്ട് ടുമോറോ എന്നിട്ട് ടേസ്റ്റ് ചെയ്യും. ബട്ട് യാ, സോ ദിസ് ഇസ് ഹൗ യു മേക്ക് ദിസ് പുഡിംഗ്. ഇത് ഭയങ്കര ഈസിയാണ്. ദർ ഇസ് നോട്ട് മച്ച് എഫേർട്ട് ദാറ്റ് യു നീഡ് ടു പുട്ട് ഇൻ, ബട്ട് യെറ്റ് ഇറ്റ്സ് വെരി ടേസ്റ്റി. ഡു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ ഇഫ് യു മേക്ക് ഇറ്റ്. എന്തായാലും നാളെ രാവിലെ ഇത് ടേസ്റ്റ് ചെയ്യുന്നത് ഐ വിൽ ഷോ ഇറ്റ് ടു യു ആൻഡ് വിൽ വൈൻഡ് അപ്പ് ദ വീഡിയോ. ബൈ. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ രാവിലെ 10 മണിക്ക് തന്നെ ഞാൻ ഓടിപ്പോയി ഫ്രിഡ്ജിൽ നിന്ന് പുഡിംഗ് എടുത്ത് നോക്കി. നമ്മൾ ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് തന്നെ ഭയങ്കര സെറ്റായിട്ടുണ്ടായിരുന്നു. ആൻഡ് എവ്രിബഡി ലവ്ഡ് ഇറ്റ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അറ്റ് സം പോയിൻറ്റ് എനിക്ക് ആ മിൽക്ക് കേക്കൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടി. ബിക്കോസ് നമ്മൾ ലിക്വിഡൊക്കെ ഒഴിച്ചതുകൊണ്ട്. യാ, സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ റെസിപ്പി. ആൻഡ് യാ, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഐ വിൽ സീ യു സൂൺ വിത്ത് എ ന്യൂ വൺ. ബൈ.